നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മുഹമ്മയിലെ പ്രോഗ്രസീവ് ജംഗ്ഷന് സമീപമുള്ള ഇല്ലിക്കൽ ഹൗസിലാണ്. കേരളത്തിൽ തന്നെ മനോഹരമായ വീടുകളിലൊന്നാണിത്. ഏവരുടെയും മനം കവരുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ മലയാള ചലച്ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് നടന്ന ഒരു വീട് കൂടിയാണിത്. ഏതായാലും നമുക്ക് വീട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കോമ്പൗണ്ട് വാൾ മതിൽ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റൈൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്രില്ല് മതിലിന് മുകളിൽ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ നിറമായ വെള്ള തന്നെയാണ് മതിലിനും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ കാസ്റ്റൈൻ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇല്ലിക്കൽ ഹൗസ് എന്നാണ് വീടിൻ്റെ പേര്. ബിസിനസ്സുകാരനായ രഞ്ജിത്ത് സൗമ്യ ദമ്പതികളുടെ ആണ് ഈ മനോഹരമായ ഇല്ലിക്കൽ ഹൗസ്. കൂടെ അമ്മ വാസന്തി അമ്മയും വിളക്കായി മാർഗനിർദ്ദേശങ്ങളുമായി എപ്പോഴും കൂടെയുണ്ട്. 2 ഏക്കറിലുള്ള വിശാലമായ ഒരു പുരയിടമാണിത്. 5000 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി. പ്രകൃതി മനോഹരമായ പച്ചപ്പിലാണല്ലേ വീടുള്ളത്. നോക്കും, പഴയ വൃക്ഷങ്ങൾ ഒന്നും തന്നെ വെട്ടിമാറ്റാതെയാണ് വീടിൻ്റെ നിർമ്മിതിയുള്ളത്. വീട്ടിലോട്ട് കയറി വരുമ്പോഴേ മനോഹരമായ ഒരു ഗാർഡൻ കാണാം. വീട്ടിലേക്കുള്ള വഴി പേവിംഗ് ടൈൽ പാകിയിരിക്കുകയാണ്. 2 വശങ്ങളിലൂടെയുള്ള എൻട്രൻസ് ആണ് കാർ പോർച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പൊക്കമുള്ള ഒരു ആവേരിയാണ് ഈ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊട്ടേറെ പക്ഷികളും മൃഗങ്ങളും കൂടാതെ മനോഹരമായ ഒരു കുളവും അരുവിയും അതിൽ നിറയെ മീനുകളുമുണ്ട്. ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ സ്നേഹവും അതോടൊപ്പം തന്നെ എളിമയുള്ള പെരുമാറ്റവും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. കയറി വരുമ്പോഴേ വലിയൊരു കാർ പോർച്ച് ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 4 തൂണാണ്. നല്ല മനോഹരമായ വലിപ്പമേറിയ 4 തൂണുകളിലാണ് കാർ പോർച്ച് നിൽക്കുന്നത്. മുൻവശത്ത് തന്നെ കാറ്റ്സ് ക്ലോ പടർത്തിയിട്ടുണ്ട്. കാറ്റ്സ് ക്ലോ അത് ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തോട്ട് അധികം ചൂട് ഇവിടെ നിന്ന് അടിക്കുന്നില്ല. മുൻവശത്ത് സിറ്റൗട്ടിനോട് ചേർന്നുള്ള കാർ പോർച്ച് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ടൊരു കാർ പോർച്ച് കൂടെ സൈഡിൽ പണിതിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ചാണ്. 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർ പോർച്ചാണ്. ഇവിടെ വള്ളിച്ചെടിയാണ് പടർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. നല്ല തണുപ്പാണ്. ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇവിടെയാണ്. ചെറുപുന്നയാണിത്. ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ് ചെറുപുന്ന. വളരെയധികം പഴക്കമുള്ള ഒരു ചെറുപുന്നയാണ്. അത് ചുറ്റിനും കെട്ടി മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. താഴെ ബുദ്ധൻ്റെ ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. ഈ മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു നോസ്റ്റാൾജിയൊക്കെ അനുഭവപ്പെടും. കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുന്നയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുന്നമരങ്ങളൊന്നും കാണാതായിരിക്കുന്നു. ഇത് ചെറുപുന്നയാണ്. ഗാർഡൻ നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് ഭംഗി കൂട്ടാനായിട്ടുള്ള അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങും പച്ചപ്പാണ്, നല്ല കുളിർമയുണ്ട് അകത്ത് തന്നെ. ഗാർഡനിൽ മുഴുവനായിട്ട് ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. മുറ്റത്ത് ഗാർഡനിൽ ഒരു കണിക്കുന്ന പൂത്തിരിക്കുകയാണ്. മൂവാണ്ടൻ മാവിൽ നിറയെ മാങ്ങകളാണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കിളികളൊക്കെ കൂട് വെച്ചിട്ടുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റിൽ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്നും ശല്യം ചെയ്യാതൊന്നും കളഞ്ഞിട്ടില്ല ഇവർ. അതിനെ അവിടെ ജീവിക്കാനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. സിറ്റൗട്ടിൽ ഇരുന്നിട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ്. വെളിയിലെ ഗാർഡനൊക്കെ ആസ്വദിച്ച് ഇവിടെ സിറ്റൗട്ടിൽ ഇരിക്കാൻ സാധിക്കും. നല്ല കുളിർമയാണ്.
ഒരുപാട് വൃക്ഷങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായി ചൂട് അനുഭവപ്പെടുന്നില്ല. കാർ പോർച്ചിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. വളരെ മനോഹരമായിട്ടാണ് അതിനെ അലങ്കരിച്ചിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇരിക്കാനായിട്ട് രണ്ട് വശത്തും തടിയുടെ ചെയർ ഇട്ടിട്ടുണ്ട്. വളരെ വലിപ്പമേറിയ ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കൊത്തുപണികളൊക്കെ ഉണ്ട്. കൂടാതെ സൈഡിൽ ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താരെങ്കിലും വന്നു കഴിഞ്ഞാൽ കതക് തുറക്കാതെ തന്നെ അകത്തു നിന്ന് അറിയാനായിട്ട് സാധിക്കും. സിറ്റ് ഔട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂം വളരെ വിശാലമായ ഒരു ലിവിങ് റൂമാണ്. സോഫാസൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് രഞ്ജിത്ത്. സൗമ്യ. 18 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ അടിപൊളി? സന്തോഷം. ഇതുവരെ നല്ല ഒരു കുഴപ്പമില്ല. കയറി വന്നപ്പോഴേ ഒരു വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ടു. പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കുന്നവരാണെന്ന് തോന്നി. അതൊക്കെ പുള്ളിയുടെ ക്രെഡിറ്റ് ആണ്. വൈഫാണ് എല്ലാം നോക്കിയാണ്. മാഡത്തിൻ്റെ പേര് സൗമ്യ മാഡം. വാസന്തി. കുവൈറ്റിൽ പോയിട്ടുള്ളതാ. ആണോ? കുവൈറ്റിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് പുള്ളിയുടെ പിന്നെ അങ്ങ് പോയിട്ടില്ല. അതെ. പുള്ളിയാണ് ഈ വീടെല്ലാം വെച്ച് എല്ലാം നോക്കി നടത്തി വെച്ച് തന്ന പുള്ളിയാണ്. അതെ, ഞങ്ങളെല്ലാം അവിടെ ആയിരുന്നു, വിദേശത്തായിരുന്നപ്പോൾ. പുള്ളിയും എൻ്റെ ഫ്രണ്ട് സുരേഷ് എല്ലാവരും കൂടെയാണ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ? അതെ, ദുബായിലാണ്. ഞങ്ങൾ കുവൈറ്റിലായിരുന്നു, 10-25 വർഷം കുവൈറ്റിലായിരുന്നു. കൊറോണയ്ക്ക് വന്നു. ഇത് 2 ഏക്കറോളം ഉണ്ട്. നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ. അതെ. ആർക്കിടെക്ട് സുരേഷ്, എൻ്റെ ഫ്രണ്ട് തന്നെയാണ് സുരേഷ്. പുള്ളി ഇപ്പോൾ ഇവിടെ ചേർത്തലയിൽ ഒരു എന്താണ് ഗൗരീസ് ഇൻറ്റീരിയർ. സുര പുള്ളി സുര എന്നാണ് വിളിക്കുന്നത്. ഏതായാലും വളരെ മനോഹരമായ ഒരു വീടാണ്. കേരളത്തിൽ തന്നെ മൊത്തം വീടുകൾ എടുക്കുകയാണെങ്കിൽ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീടാണ്. വളരെ മനോഹരമാണ്. പുറത്തുനിന്ന് കൂടെ പോകുന്ന ആരാണേലും ഒന്ന് നോക്കാതെ പോകത്തില്ല. ഷൂട്ട് നടക്കാറുണ്ട്. ലാസ്റ്റ് നടന്നത് മോഹൻലാലിൻ്റെ റാമാണ്. റാം എന്ന് പറയുന്ന കഴിഞ്ഞേ ഉള്ളൂ. ഒരു തഗ് എന്നും പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അതെ. ബാലു എന്നാണ് ഡയറക്ടറുടെ പേര്. പിന്നെ നമ്മുടെ സിദ്ദിഖ് സാറ് എല്ലാവരും ഉണ്ട്. സായ് കുമാർ, ബിന്ദു പണിക്കർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? 5000 അല്ലേ? 5000 സ്ക്വയർ ഫീറ്റ്. 2 നിലയായിട്ടല്ലേ? അതെ. ബെഡ്റൂംസ് ഒക്കെ എത്ര ഉണ്ട്? 5 ബെഡ്റൂമാണ് മൊത്തം. താഴെ 2? താഴെ 2, മുകളിൽ 3. ഓക്കെ. കുട്ടികൾ 2 പേര്. ഒരു മോള് ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മോൻ ഇവിടെ രാജഗിരിയിൽ പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. ഓക്കെ. വീടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശരി. ഓക്കെ. ലിവിംഗ് റൂം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. ഇത് ഞങ്ങളുടെ ജസ്റ്റ് സിറ്റ് ഔട്ട്, എല്ലാവരും കൂടെ ഇരിക്കുന്ന ഇരിക്കാനായിട്ട് സ്പേസ് ഇവിടെ ഉണ്ട്. ഇത് ഡൈനിങ് ഹാള്. അതെ. എത്ര പേർക്ക് ഇരിക്കുന്നത്? 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം വേറൊന്നാണ്. ഇതാണ് ഞങ്ങളുടെ ഹോം തിയേറ്റർ. ആണല്ലേ? അതെ. അടിപൊളിയാണല്ലോ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. എത്ര പിക്സലിലാണ് കാണുന്നത്? ഇത് 4K ലേസർ പ്രൊജക്ടറാണ്. 300 ഇഞ്ച് സ്ക്രീൻ. ഡെനോണിൻ്റെ AVR. കുടുംബമായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന് അതെ. പടമൊക്കെ കാണാം. നന്നായിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. അതെ. അപ്പുറത്ത് അമ്മയുടെ മുറി.
ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. സിമ്പിളാണെന്ന് ഇത് ഓഫീസ് റൂമാണ്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അറ്റ് ഹോം കൊറോണ സമയത്തൊക്കെ. ആ അതെ അതെ. ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ വലിയ. അതെ അതെ അതെ. ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്. അതെ അതെ, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. നമ്മളൊരു ചെറിയൊരു ലൈബ്രറിയാണ്, മോഡേൺ ഡിസൈനാണ്. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വായനയൊക്കെ ഉണ്ടോ? പുള്ളി മോക്കുണ്ട്. സാറിന് സമയം കിട്ടാറില്ല. ഇത് അതെ അതെ മോഡേൺ ബെഡ്റൂമാണ്. പുള്ളി തന്നെ ഡിസൈൻ ചെയ്തതാണ്. വിശാലമായ ബെഡ്റൂമാണല്ലോ. ഏത് സ്റ്റൈലിലാണ് കൊളോണിയൽ സ്റ്റൈലാണ്. കൊളോണിയൽ സ്റ്റൈലാണ്. അതിൻ്റെ തൂണിൻ്റെ വർക്കും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഈ തൂണാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് അല്ലേ? അതെ അതെ, ഇതെല്ലാം പുള്ളിയുടെ ഡിസൈൻ തന്നെ. വലിപ്പമേറിയ 4 തൂണാണ് സിറ്റ് ഔട്ട് നിൽക്കുന്നത്. ആ തൂണിന്മേലാണ് സിറ്റ് ഔട്ട് നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ഗസീബോയാണ്. സാറിന് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. രാവിലെ ഒരു കപ്പ് ചായ ഇട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. മാക്സിമം അതെ അതെ വൃക്ഷങ്ങൾ, മാക്സിമം വൃക്ഷങ്ങളൊന്നും അധികം കളഞ്ഞിട്ടില്ല, എല്ലാം നിർത്തിയിട്ടുണ്ട്. അതെ 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 അതെ. പുന്നയൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അമ്മയൊക്കെ ആയിട്ട് പ്രായമുള്ളതാണ് പുന്ന അല്ലേ? ആ ഇത് എന്തോ ഒരു സമയം കറു ഇത് കറുവ, ഇത് കറുവ. ഇത് റംബൂട്ടാൻ, മംഗോസ്റ്റിൻ. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. തൈയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ്. ബിനു എന്ന് പറയും പുള്ളിയുടെ ആൾ ഈ റംബൂട്ടാനൊക്കെ, മംഗോസ്റ്റിൻ റംബൂട്ടാനൊക്കെ. അതെ, തിരുവല്ല. ഇത് ബറാബ. അതെ, ഓസ്ട്രേലിയൻ ഫ്രൂട്ടാണ്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ആൾക്കാരെ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ഈ മംഗോസ്റ്റിനൊക്കെ കഴിക്കുന്ന കണക്ക് തന്നെ ഇരിക്കും, പക്ഷെ അല്പം പുളി കൂടുതലാണ്. ബറാബ എൻട്രൻസാണ്. അതെ, ഇതിൻ്റെ എവിടെയും കയറാം, വലിയ വണ്ടികളൊക്കെ കയറാം. ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഈ കാണുന്ന വിശാലമായ ആവിയറി. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു ആവിയറി തന്നെ തീർത്തിട്ടുണ്ട്. ആവിയറിക്കകത്ത് ഒരുപാടിനം പക്ഷികളാണ് അവർ വളർത്തുന്നത്. നമുക്ക് ആവിയറിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഏവിയറി. ഇത് ഞങ്ങളുടെ അലക്സ, ഗോൾഡ് ആൻഡ് ബ്ലൂ അലക്സ മെക്കാവോ. പിന്നെ ഇത് കുട്ടപ്പൻ, ഗ്രേ പാരറ്റ്. കുട്ടപ്പനുണ്ട്. കുട്ടപ്പ വാ, വിളിച്ചാൽ വരും അല്ലേ? അതെ. ഇത് പ്രാവ്, പസന്ത്. വലിയൊരു ആവിയറി ഞാനെങ്കിലും കണ്ടിട്ടില്ല കേട്ടോ. പ്രാവുകളുണ്ട്. അത് പസന്താണ് മറ്റേ. ആ, പസന്ത്, ഗോൾഡൻ പസന്ത്. ആ, കുഴപ്പമില്ല, ഇറങ്ങിയതായിട്ട്. മാൻഡേറിയൻ വുഡക്ക്, ഫ്ലൈൻ ഡക്കല്ല, വുഡക്കാണത്. ആ, അത് പറക്കും, വുഡക്കാണത്. ആ, ഇത് ഞങ്ങളുടെ കുട്ടപ്പൻ വന്നിരിക്കുന്നുണ്ടോ? കുട്ടപ്പൻ ഭയങ്കരമായിട്ട് സംസാരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി സൈലൻ്റാ. കുട്ടപ്പ ഹലോ, ഹലോ പറഞ്ഞു കേട്ടോ. ഹലോ കുട്ടപ്പ. മറ്റേ പസന്ത് കയറിയിരിക്കുന്നുണ്ട്, ഗോൾഡൻ പസന്ത്. അതെ അതെ.
ഗോൾഡൻ ബസന്റ്. ഇത് ആണല്ലേ? ഇതിന്റെ ഇവിടെ എല്ലാം ഇവിടെ വിരിഞ്ഞാ. ആ ബസന്റ്. അതെല്ലാം കുഞ്ഞുങ്ങളാണ്. അതാ കളർ അല്ലേ? അതെല്ലാം അത് ഫീമെയിലാണ്. ഫീമെയിലിന് കളറില്ല, ആണിനാണ് കളറ്. രണ്ടാണുണ്ട്. അതെ അതെ. ജപ്പാനീസ് കോയി കാർപ്പ് ഒരുപാടുണ്ടായിരുന്നു. കുറേയൊക്കെ വലിയൊരു കുളമാണ് അത്യാവശ്യം. അതെ, കുറേ സെയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും, ഈ റിസോർട്ടുകാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതെ അതെ, എല്ലാം ഇവിടെ വിരിഞ്ഞതാണ്. അത് ശരിയാ. നല്ലൊരു അരുവിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മേളിൽ. അതെ അതെ, മേളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുട്ടപ്പൻ വൈഫായിട്ടാണ് കൂട്ടല്ലേ? ഏതായാലും നല്ല രസമുണ്ട്. കുട്ടപ്പാ അതൊന്നും മിണ്ടുന്നില്ലല്ലോ. കുട്ടപ്പൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടത്തില്ല. ഇവിടെ അത്യാവശ്യം സംസാരിക്കും. കുട്ടപ്പ ഇത് കണ്ടോടാ. ഹലോ 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 ഹലോ. അനങ്ങാതിരിക്കുന്നുണ്ടോ? ഒരു ശൈലിയില്ല. ഇതിൽ ഫിഞ്ചസ് ഉണ്ട്, പിന്നെ കൊക്കോറ്റയിലുണ്ട്, ലവ് ബേഴ്സ്, ആഫ്രിക്കൻ ലവ് ബേഴ്സ്. ആഫ്രിക്കനൊക്കെ മുകളിൽ പോയി എല്ലാം മേളിലായിരിക്കുന്നത്. ഒരുപാട് കിളികളുണ്ട്. പിന്നെ എന്താണ് മറ്റേ മുകളിൽ ഇത് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടല്ലേ? മേളിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വെള്ളം മഴവെള്ളം അധികം നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? ഈ വീടിൻ്റെ തന്നെ ഹൈറ്റിൽ പണിത്. അതിനകത്തോട്ട് കയറി വരുമോ? അതിൽ കയറി വരും. ജനൽ നെറ്റിട്ടിരിക്കുകയാണ്. വളരെ നാച്ചുറലായിട്ട് കിളികൾക്കൊക്കെ പറന്ന് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മറ്റൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. വളരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതുപോലൊരു ആവിയറി ആദ്യമാണെന്ന് തോന്നുന്നു. കാരണം അകത്ത് മരങ്ങളൊക്കെ ഒരുപാടുണ്ട്, കൂടാതെ പക്ഷികൾക്കൊക്കെ പറന്ന് നടക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇല്ലിക്കൽ ഹൗസിലെ വിശേഷങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഞാൻ പോകാൻ സമയമായിരിക്കുകയാണ്. ഏതായാലും സന്തോഷമുള്ളൊരു വീട്, വളരെ സന്തോഷം. ഒരു ഹാപ്പി ആയിട്ടുള്ള വീടാണ്. എങ്ങനെ ഒരു വീടായിരിക്കണം, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു വീടാണ്. വളരെ സന്തോഷം. ഓക്കെ, രഞ്ജി സാറിനും സൗമ്യ മാഡത്തിനും താങ്ക് യു സോ മച്ച്. പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.